എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു ബ്യൂട്ടിഫുൾ ബുക്കാണ് റോബർട്ട് ടി കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഈ പുസ്തകം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ എല്ലാം വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കാരണം നമ്മുടെ മൈൻഡ് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റ് കാരണമാണ് നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്ക് ആ മൈൻഡ് സെറ്റിനെ മാറ്റാൻ കഴിയുന്നത്? അപ്പോൾ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയാൽ തന്നെ പണത്തിനോടുള്ള മനോഭാവം നമ്മുടെ മാറും, അല്ലേ? അപ്പം നമുക്കെല്ലാം അറിയാം, ഇപ്പം സാധാരണക്കാരായ ഒരു അച്ഛനും ഒരു പണക്കാരനായ അച്ഛനും രണ്ട് ചിന്താഗതിയാണ് അവർക്കുള്ളത്. ചിലപ്പോൾ അവരുടെ സാഹചര്യമായിരിക്കാം, അവർ വളർന്നു വന്ന രീതികളായിരിക്കാം. എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്നത് പാവപ്പെട്ടവനായ ഒരു അച്ഛൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പാവപ്പെട്ടവനായ ഒരു അച്ഛൻ പറയുന്നത് ഈ ലോകത്തിലുള്ള തിന്മകളുടെ മുഴുവൻ കാരണവും പണമാണ്. പണം കാരണമാണ് ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ തിന്മകളുടെയും കാരണം പണമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിന്മയുണ്ടാകുന്നത് എന്നാണ് പാവപ്പെട്ടവനായ അച്ഛൻ വിചാരിക്കുന്നത്, അല്ലേ? അതായത് സാധാരണക്കാരൻ വിചാരിക്കുന്ന ഒരു ലോജിക്കാണത്, അല്ലേ? അങ്ങനെയാണ് ചിന്തിക്കുന്നത്. രണ്ടാമതായി അവർ ചിന്തിക്കുന്നത്, നീ നല്ലപോലെ പഠിക്കണം, നല്ലപോലെ പഠിച്ച് നല്ലൊരു കമ്പനിയിൽ ഏറ്റവും നല്ലൊരു ജോലി നേടണം. ഇതാണ് സാധാരണക്കാരനായ ഒരച്ഛൻ പറയുന്നത്. നമ്മുടെ എല്ലാ വീട്ടിലും അങ്ങനെ, നമ്മളെല്ലാം അങ്ങനെ കേട്ട് വളർന്നു. ഞാൻ ഒരുപാട് കേട്ട് വളർന്നിട്ടുള്ളത് അങ്ങനെയാണ്. നല്ലപോലെ പഠിക്കുക, പഠിക്കുന്ന കുട്ടികൾ നല്ലപോലെ പഠിച്ച് മിടുക്കനായിരുന്നു, പഠിക്കാനല്ല മിടുക്കിയായിരുന്നുണ്ട്, അവൾ ഇന്നൊരു ടീച്ചറാണ്, അല്ലെങ്കിൽ ഇന്ന കമ്പനിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സാധാരണക്കാരനായ ഒരു അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ പറയുന്നത്, നമ്മൾ പറയുന്ന പൈസ സൂക്ഷിച്ച് ചിലവാക്കണം, പൈസയെ നമ്മൾ സൂക്ഷിച്ച് ചിലവാക്കണം, പൈസ നമുക്ക് കഷ്ടപ്പെട്ടാലേ വരത്തുള്ളൂ, വളരെയധികം കഷ്ടപ്പെട്ടാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നമുക്ക് ആ പൈസ എങ്ങനെ ചിലവഴിക്കണം, പൈസ ഏതൊക്കെ രീതിയിൽ, ഒരു ഫിനാൻഷ്യൽ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് സത്യത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ചും ലേഖകൻ ഇതിൽ വിവരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് എന്താണ്, എല്ലാ പേരൻസും പറയുന്ന, ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം പറയുന്നതാണ്, ഈ പിള്ളേരുള്ള കാരണമാണ് ഞാൻ സമ്പന്നയാകാൻ, ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിച്ചായേനെ. ഈ ഇത്രയും പിള്ളേരില്ലേ, എങ്ങനെ സമ്പന്നയാകാൻ പറ്റും എന്നാണ് പാവപ്പെട്ട അച്ഛൻ ചിന്തിക്കുന്നത്. പിന്നെ അടുത്ത ഒരു പോയിൻ്റായിട്ട് പറയുന്നത്, ഭക്ഷണം, ഞാനും ഒക്കെ കേട്ടിട്ടുള്ളതാണ്, രാത്രിയിൽ ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ പണത്തിനെക്കുറിച്ചോ സമ്പത്തിനെക്കുറിച്ചോ ഭാവി പരിപാടികളെക്കുറിച്ചോ സംസാരിക്കാൻ പാടില്ല. ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പണത്തിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ആഹാരം രാത്രിയിൽ കഴിച്ചതിന് ശേഷം നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നാണ് സാധാരണക്കാരനായ പാവപ്പെട്ട ഒരു അച്ഛൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ റിസ്ക് എടുക്കാനേ പാടില്ല. ജീവിതത്തിൽ എന്ത് കിട്ടുന്നോ ജീവിതകാലം മുഴുവൻ നീ ആ പൈസയും സമ്പാദിച്ച് സുഖം ഉള്ളത് കൊണ്ട് നീ ജീവിക്കുക, റിസ്ക് ജീവിതത്തിൽ എടുക്കാനേ പാടില്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം, ഒരാളൊരു വലിയ വീട് വെച്ചാൽ അവൻ ഭയങ്കര മിടുക്കനാണ്, അവൻ വളരെ വലിയൊരു വീടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരനായ അച്ഛൻ ചിന്തിക്കുന്നത്, ഒരു വലിയ വീടെന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും വലിയ ഒരു അസറ്റാണ്. അതുപോലെ തന്നെ സാധാരണക്കാരായ ആൾക്കാരുടെ ഒരു മനസ്ഥിതിയാണ്, എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറയുമ്പോൾ, എന്നെക്കൊണ്ടത് പറ്റത്തില്ല, ഞാൻ എങ്ങനെ താങ്ങും, എന്നെക്കൊണ്ടത് പറ്റത്തേ ഇല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നതിന് മുമ്പേ അവർ പറയും, ഇല്ല, ഇത് നടക്കത്തില്ല, നീ ആ പ്ലാൻ മാറ്റിയേര്, ഇത് നടക്കുന്ന കാര്യമല്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പല വള്ളത്തിൽ കാല് ചവിട്ടരുത് കേട്ടോ, അതായത് രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടിയാൽ രണ്ടും പോകും എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ല് മാതിരി കേൾക്കുന്ന പിന്നെ വാക്കുകളാണിതെല്ലാം. അതായത് നിനക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയെ മാത്രം നീ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനോട് മുമ്പോട്ടോ, വേറൊരു കാര്യവും നോക്കരുത്. അതായത് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഒരിക്കലും ജനറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇവർ ചിന്തിച്ചിരുന്നിട്ടേയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് റോബർട്ട് ടി കിയോസാക്കി അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പുവർ മൈൻഡ് സെറ്റിനെ കുറിച്ച്. നമ്മൾക്കെല്ലാവർക്കും
നമ്മുടെ മൈൻഡ് സെറ്റ് പുവറായിരിക്കുന്നതിനും നമ്മൾ സാമ്പത്തികമായി എന്തുകൊണ്ടും മുന്നോട്ട് ഉയരുന്നില്ല എന്നതിനും ഒരു കാരണമാണ് അദ്ദേഹം നമ്മുടെ ആ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് റിച്ചായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്, അതുപോലെ പൈസക്കാരായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് അവരുടെ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പൈസയെ നമ്മൾ സ്നേഹിക്കുകയും പൈസയ്ക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിട്ട് വെക്കുകയും ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീർന്നു. ഉറപ്പായും വരും എപ്പിസോഡുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഈ പുസ്തകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. നാളെ ഞാൻ റിച്ചായ ആൾക്കാരുടെ ചിന്താഗതിയുമായിട്ട് വരുന്നിടം വരെയും എല്ലാവർക്കും നമസ്കാരം. ബൈ ബൈ, ടേക്ക് കെയർ.